ആദർശിനോട് മുത്തശ്ശൻ നീ കുടുംബജീവിതത്തിൽ ഒരു പരാജയമാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞേന്ന്? നിന്റെ ഭാര്യയുടെ കാര്യമൊന്നും നിനക്ക് അറിയാത്തതുകൊണ്ട് തന്നെ നിന്റെ ഏറ്റവും വലിയ ചങ്കല്ലേ അനി, എന്നിട്ട് അവൻ ഇങ്ങനെ ഒരു കലാവാസന ഉണ്ടെന്ന് നീ തിരിച്ചറിഞ്ഞോ? അവൻ ഇങ്ങനെ നിന്റെ പിറകെ കവിതയായിട്ട് ഒരുപാട് നടന്നല്ലേ? നീ അതൊന്ന് വായിച്ചു നോക്കിയോ? അപ്പോൾ നീ പാസ് മാർക്ക് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഞാനും അത് വാങ്ങിച്ചു നോക്കാതിരുന്നത്? ഇപ്പൊ അതിനും നൈനമോള് വേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയാണ്. അപ്പോൾ പിന്നെ ആദർശിനൊന്നും പറയാനില്ല. അപ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, ഇവിടെ നീ പരാജയം സമ്മതിച്ചോന്ന്? അപ്പോൾ ആദർശ് അത് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആദർശ് അവിടെ നിന്ന് എണീറ്റ് പോവാണ്. പിന്നീട് നയനയാണെങ്കിൽ കുളിക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് റൂമിലേക്ക് കയറി വരുന്നത്. നീ എന്തിനാണ് അവിടെ വീർപ്പ് മുട്ടി നിന്നിരുന്നതെന്നൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് പറയുമ്പോൾ, അതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവിടെ വീർപ്പ് മുട്ടി നിന്നതെന്ന് പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ലല്ലോ, ആ ഓർഡർ ക്യാൻസൽ ആയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ അമ്മ തന്നെയായിരിക്കും അത് ക്യാൻസലാക്കിയതെന്ന് പറയുമ്പോൾ, വെറുതെ അമ്മയെ സംശയിക്കേണ്ട, നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാനാണ് ആ ഓർഡർ ക്യാൻസൽ ചെയ്തതെന്ന് ആദർശ് പറയുന്ന സമയത്ത് നയനയ്ക്കൊരു ഞെട്ടലാണ് കേട്ടോ. അപ്പോൾ നയന പറയുകയും ചെയ്യുന്നുണ്ട്, ഞാൻ ആദർശേട്ടനായിരിക്കുന്നു ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ അനന്തപുരിക്കാരാണ് ഓർഡർ ക്യാൻസൽ ചെയ്തതെന്ന് പറഞ്ഞ സമയത്തും ആദർശേട്ടൻ്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് വന്നില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ കുടുംബത്തോടൊക്കെ ചെയ്യുന്ന ഇത് ഞാൻ എന്തായാലും മുത്തശ്ശിനെ അറിയിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ ആദർശ് ഇങ്ങനെ നയനേനെ പിടിക്കുന്നുണ്ട്, ഇനി ഇത് മുത്തശ്ശിനൊന്നും അറിയിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, എന്താ അറിയിച്ചാൽ ഞങ്ങൾ അങ്ങനെ പ്രതിമ വിറ്റിട്ടാണ് കുടുംബം നോക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് ഇങ്ങനെ ചെളി ചവിട്ടി ഇങ്ങനെ ഓരോ വിഗ്രഹം ഉണ്ടാക്കുന്ന സമയത്ത് ഞങ്ങൾ വ്രതശുദ്ധിയോട് കൂടിയൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. ഇവിടുത്തെ അതുപോലെ തന്നെ ഗണപതി വിഗ്രഹവും ഞാൻ മോടി പിടിപ്പിച്ചതല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജ്വല്ലറിയുടെ 50ാമത്തെ വാർഷികത്തിന് ഞാനല്ലേ വിഗ്രഹം മോടി പിടിപ്പിച്ച് തന്നത്, അപ്പോൾ അതിൻ്റെ ഒരു പങ്ക് എനിക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ചെയ്ത തെറ്റ് ഞാൻ തന്നെ അങ്ങ് തിരുത്തിക്കോളാം, ഇനിയിപ്പോൾ അത് ആരോടും കൊട്ടി ഘോഷിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുവിടാം, നീ വീട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കോ എന്ന് പറയുമ്പോൾ അതിനെ കുളിക്കാനായിട്ട് പോവാണ്. എന്നിട്ട് ആദർശ് ചെന്നിട്ട് ഇങ്ങനെ ആ വിഗ്രഹം ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്ന ആളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആ ഓർഡർ അവർക്ക് തിരിച്ചു കൊടുക്കാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഇത്രയും വലിയ തുക തന്നിട്ട് അത് പിന്നെ അവർക്ക് തന്നെ കൊടുക്കാനായിട്ട് പറയുകയാണോ? ഈ പരിസരത്തൊന്നും അത്രയും നല്ല പ്രതിമ ഉണ്ടാക്കുന്ന ഒരു കുട്ടീനെ കണ്ടു കിട്ടിയില്ല, അത്രയ്ക്ക് നന്നായിട്ടാണ് സാറിൻ്റെ ഭാര്യ ആ വിഗ്രഹം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അവർക്ക് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും അവർക്ക് തന്നെ കൊടുത്തേക്ക്, അപ്പോൾ ഞാൻ തന്ന പൈസയൊന്നും എനിക്ക് തിരിച്ചു തരണ്ടെന്നൊക്കെ അയാളോട് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇതെല്ലാം ഇവർ സംസാരിക്കുന്നത് നവ്യ അവിടെ നിന്നിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. നവ്യനെ ആദർശാണെങ്കിൽ കാണുന്നുമില്ല. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ ഇങ്ങനെ നയനയോട് പറയുന്നുണ്ടായിരുന്നു, ആദർശ് ഇങ്ങനെ ഓർഡർ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ അത് ആദർശിന് നാണക്കേട് ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചെളി ചവിട്ടി ഓരോ വിഗ്രഹം ഉണ്ടാക്കുന്നത് അതിനെക്കുറിച്ചൊക്കെ നയന ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനെ നവ്യാണെങ്കിൽ അബി ഇരിക്കുന്നിടത്തേക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊരു ദേഷ്യത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ആദർശ് അവിടേക്ക് വരുന്നത് കണ്ടുകൊണ്ട് ഇങ്ങനെ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ ചിലരുണ്ട് ഭാര്യമാർ പറയുന്നത് അപ്പടി കേട്ട് നിൽക്കുന്ന മരപ്പാവകൾ ബൊമ്മകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഉറക്കെ ഇങ്ങനെ സംസാരിക്കും. അപ്പോൾ ആദർശിനെ മനസ്സിലാവുന്നുണ്ട് ആദർശിനെയാണ് അത് പറയുന്നതെന്ന്. അപ്പോൾ ആദർശ് അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കേട്ടുകൊണ്ട്. അപ്പോൾ അബി ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ വട്ടുണ്ടോ? അപ്പോൾ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നീ ആരെ ഉദ്ദേശിച്ചാണ് പറയുന്നതെന്ന്. അപ്പോൾ അത് ഉദ്ദേശിച്ച ആൾക്ക് അത് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് ചിലരെ വട്ട് പിടിപ്പിക്കുന്നത് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അത് ആളുടെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും നടന്നെന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതിനുശേഷം ആദർശാണെങ്കിൽ റൂമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അവളിങ്ങനെ ചെളിയിൽ പോകാനും മുത്തശ്ശൻ്റെ റെക്കമെൻഡേഷനോടുകൂടി പോകുന്നത് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ അവളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവളുടെ ചേച്ചി പറഞ്ഞ പോലെ ഞാനൊരു ആണത്തമില്ലാത്തവനായി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വീട്ടിലേക്ക് പോകുന്നത് മുടക്കാൻ എന്താ ഒരു വഴി എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു എണ്ണയുടെ ബോട്ടിൽ എടുത്തിട്ട് ഇങ്ങനെ അവിടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. ബാത്റൂമിൻ്റെ വാതിലിൻ്റെ മുന്നിൽ ഒഴിക്കുന്നുണ്ട് കൊണ്ടുപോയിട്ട്. എന്നിട്ട് ഒഴിച്ചിട്ട് തിരിച്ച് വരുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ നയന ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ വീണിട്ട് ആദർശേട്ട ഓടി വായോ എൻ്റെ നടു പോയെന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്ന ഇതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആദർശം ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഞാൻ ചെയ്തത് കടുത്ത് പോയോ എന്നൊക്കെ. അപ്പം അതിൻ്റെ മുന്നേ ഇങ്ങനെ ഇതൊക്കെ ചീപ്പായിട്ടുള്ള പരിപാടികളാണ്. എന്തായാലും ഇപ്പോൾ അവൾ ഇങ്ങനെ നടുവൊടിഞ്ഞ് കിടന്നിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഇവിടെ കാണുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. പിന്നീട് ആദർശ് അങ്ങ് അത് ഒഴിച്ചത് കടുത്ത് പോയോ ഓയിൽ അങ്ങ് തുടച്ച് മാറ്റാൻ നേരത്ത് അങ്ങ് തിരിഞ്ഞ് വരുമ്പോഴാണ് കേട്ടോ ശരിക്കും നയന പുറത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അത് നേരത്തെ ആദർശ് നയന വീഴുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടതായിരുന്നു. അപ്പോൾ നയന ഇറങ്ങുന്ന സമയത്ത് തന്നെ ആ എണ്ണ അവിടെ കിടക്കുന്നത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഇതാരാ ഇവിടെ ഒഴിച്ചതെന്ന്. അപ്പോൾ അതറിയില്ല എന്ന് പറയും. ഞാനല്ലാതെ ആദർശേട്ടനല്ലാതെ ഇവിടെ റൂമിൽ ആരും ഇല്ലല്ലോ, ഞാൻ പോയ സമയത്ത് അപ്പോൾ ഇവിടെ എണ്ണയൊന്നും ഇല്ലായിരുന്നു, ആദർശേട്ടൻ തന്നെയാണ് അത് ഒഴിച്ച് പറയാണ്.
അപ്പം ഞാനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ അങ്ങനെ ആദർശേട്ടൻ കള്ളം പറയാറില്ല എന്നാണ് എല്ലാവരും പറയാറുള്ളത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, എന്നോട് പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്ന സമയത്ത് എന്നാൽ അതൊന്നും കാണില്ല എന്ന് പറഞ്ഞിട്ട് നൈന പോയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇഷ്ടമല്ല എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ചിലതൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ എടുത്തിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദർശ് അങ്ങനെ ഓയിൽ എടുത്തിട്ട് അവിടെ ഒഴിക്കുന്ന വീഡിയോ അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇതെന്തായാലും മുത്തശ്ശിനോട് പറയണമെന്ന് നൈന പറയുന്ന സമയത്ത് ആദർശനാണെങ്കിലും ഒരു പേടി ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേണ്ടാന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ ആദർശനാണെങ്കിലും ഒരു പേടിയുണ്ട്, നൈന അതെങ്ങാനും മുത്തശ്ശിനോട് പറഞ്ഞാലോ എന്നുള്ള. പിന്നീട് മുത്തശ്ശനാണെങ്കിൽ അനിയുടെ കവിതകളൊക്കെ വായിക്കുകയാണ്. അപ്പോൾ അനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതാണ് ഞാൻ ഏറ്റവും പുതിയതായിട്ട് എഴുതിയിട്ടുള്ള കവിത, അതാണ് ഏട്ടത്തി മാഗസിന് അയച്ചു കൊടുത്തതെന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇനിയും ഇങ്ങനെ കവിതകൾ എഴുതണം, അതുപോലെ തന്നെ നന്നായിട്ട് വായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അനിയനോട്. അപ്പോൾ അനി പറയുകയും ചെയ്യുന്നുണ്ട് ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ട് എന്നൊക്കെ. ആ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇങ്ങനെ ഇവനിപ്പോൾ ഇങ്ങനെ ജ്വല്ലറിയിലേക്കൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആദർശ് പറയുന്നത്. അപ്പോൾ ഇതങ്ങ് പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുന്ന സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, ദൈവം കൊടുത്ത കഴിവ് നമ്മളായിട്ട് ഇങ്ങനെ മുരടിപ്പിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അത് ദൈവമായിട്ട് കൊടുത്തല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിൽ പിന്നീട് ദേവയാനി വന്നിട്ട് പറയുന്നുണ്ട്, ആദർശനാണെങ്കിൽ ഇവനെ നല്ല വിശ്വാസമാണ്, ഇവനെ 3-4 ബ്രാഞ്ചുകൾ ഏൽപ്പിക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, എനിക്ക് അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല എന്ന്. അപ്പോൾ അതൊക്കെ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ. പിന്നീട് ഇങ്ങനെ ബിസിനസ്സിൽ അവനെ ആദർശം മുന്നോട്ട് നയിച്ചോളൂ, അതിൽ എനിക്കൊരു ടെൻഷനും ഇല്ല എന്നൊക്കെ മുത്തശ്ശനും പറയുന്നുണ്ട്. അപ്പോഴേക്കും നൈനി ആദർശം അവിടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ നൈനയോട് മോള് റെഡി ആയോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വന്നിട്ട് നൈനിയാണെങ്കിൽ മുത്തശ്ശൻ്റെയൊക്കെ അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ മോൾ എങ്ങനെയാണ് പോണേന്ന് ചോദിക്കും. ആ സമയത്ത് മുത്തശ്ശൻ അപ്പോൾ അങ്ങനെ ഒന്ന് മടിച്ച് നിൽക്കുകയാണ് കേട്ടോ നൈന പറയാനായിട്ട്. അപ്പോൾ ആ സമയത്ത് ദേവേനെ പറയുന്നുണ്ട്, പുറത്തേക്ക് ഇറങ്ങിയ ഓട്ടോ കിട്ടുമല്ലോ എന്ന്. അനന്തപുരിയിൽ മരുമോൾ ഓട്ടോയിൽ പോവേണ്ട ഗതികേടൊന്നും ഇവിടെ ഇല്ല, അപ്പോൾ എന്തായാലും ആദർശിനോട് കൊണ്ടുവിടാനായിട്ട് പറയുകയാണ് കേട്ടോ മുത്തശ്ശൻ. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, എനിക്കിന്ന് കുറച്ച് തിരക്കുണ്ടെന്ന്. എന്ത് തിരക്കാണെങ്കിലും മോളെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോയാൽ മതി, ഇവിടെ അടുത്ത് തന്നെയല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ദേവയാനിക്ക് അത് ഇഷ്ടമാവുന്നൊന്നുമില്ല. അപ്പോൾ ദേവയാനിനെ ഇങ്ങനെ നോക്കുകയാണ് ആദർശ്. അപ്പോൾ നീ അവളെ നോക്കണ്ട, ഇങ്ങനെ മോൻ ഇങ്ങനെ മരുമോളെ സ്നേഹിച്ച സമയത്ത് അമ്മ നിരാഹാരം കിടന്നതൊക്കെ ഞാൻ അറിഞ്ഞു, അങ്ങനെ നിരാഹാരം കിടന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചത്തു പോവുള്ളൂ എന്നൊക്കെ, ആള് തട്ടിപ്പോവുള്ളൂ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മമാരായാലും അച്ഛനായാലും മക്കളായാലും അങ്ങനെ ചില ഇതൊന്നും നമുക്ക് ഇതാക്കി കൊടുക്കാനൊന്നും പറ്റില്ല എന്നൊക്കെ മുത്തശ്ശൻ ആദർശിനോട് പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് ഇനിയെന്നും രാവിലെ മോൻ വേണം മോളെ വീട്ടിലാക്കിയിട്ട് ഓഫീസിലേക്ക് പോകാനെന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞ് ഏൽപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് മോള് പോയിട്ട് വാന്നൊക്കെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ദേവയാനിക്ക് അതൊന്നും ഇഷ്ടമാവൊന്നും ചെയ്യുന്നില്ല കേട്ടോ. പിന്നീട് അവരങ്ങ് പോകുന്ന സമയത്ത് അനി പറയുന്നുണ്ട്, അവർ രണ്ടും നല്ല ജോഡിയാണല്ലേന്ന്. അപ്പോൾ അതേന്ന് ഇങ്ങനെ പറയുകയും ചെയ്യാണ് മുത്തശ്ശൻ. അപ്പോൾ നീ അവരുടെ ജീവിതമൊക്കെ കണ്ടതല്ലേ, അവരുടെ ജീവിതം വരികളാക്കിക്കോ, നന്നായിട്ടുണ്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഇന്ന് തന്നെ ആ പണി തുടങ്ങാമെന്ന്. അപ്പോൾ ദേവേനിക്ക് അതങ്ങ് അത്രയ്ക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അപ്പോൾ ആ സമയത്ത് നവ്യ അവിടെ തന്നെ ഇതെല്ലാം കണ്ടും കേട്ടൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ നവ്യനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ചിലരുടെ ജീവിതം കൂടെ വരികളാക്കേണ്ടി വരും എന്നിങ്ങനെ ഒരു കുത്തി പറയും കേട്ടോ ദേവയാനിനെ. അതുപോലെ തന്നെ നവ്യനെ നോക്കിയിട്ടാണ് അത് പറയുകയും ചെയ്യുന്നത്. അതിനുശേഷം പിന്നീട് ആദർശ് നൈനി പോകുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ആദർശിനോട് നൈന ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ വീട്ടിലേക്ക് പോകുന്നത് ഒട്ടും ഇഷ്ടമല്ലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശാണെങ്കിലും അതങ്ങ് സമ്മതിച്ചു കൊടുക്കുകയൊന്നും ചെയ്യില്ല കേട്ടോ. പിന്നീട് നൈനയാണെങ്കിലും ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനന്തപുരിയിലെ മൂർത്തി മുത്തശ്ശൻ്റെ മോൻ ഭയങ്കര ഇതാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ, മുത്തശ്ശനെ പോലെ ചിന്തിക്കാത്തത് എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ലേ, അപ്പോൾ ഞാൻ ഇനി തിരിച്ചു വന്നില്ലെങ്കിലും ഒന്നുമില്ല എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നീ അവിടെ തന്നെ അങ്ങ് നിന്നോ എന്നൊക്കെ ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അവിടെ നിൽക്കട്ടെ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്നോട് എന്ത് ചോദിക്കുന്നു, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണോ എന്നെ അവിടെ നിർത്തുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അങ്ങ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി കണ്ണീരെങ്കിലും ആദർശേട്ടൻ്റെ കണ്ണിൽ നിന്ന് വീഴുകയോ പൊടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ആദർശിന് ഇഷ്ടമാവുന്നില്ല. നീ എന്തിനാ ഇപ്പം മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നീട് ഞാനൊരു ഇങ്ങനെ വിരുന്നുകാരി ആയതുകൊണ്ടാണോ, ഒരു മൂന്നാമതൊരാളായതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഇനി വിടാനായിട്ടില്ല എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലല്ലോ, ഞാനല്ലേ ഇങ്ങനെ ആദർശേട്ടനെ ഇങ്ങനെ പുറത്തു നിന്നുള്ള ക്ലയൻസ് വന്നപ്പോഴും എല്ലാം എങ്ങനെ രക്ഷിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഈ കഴിഞ്ഞ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ലാന്ന്. അപ്പോൾ അത് പറയില്ലല്ലോ, എന്നെ കൊണ്ട് പറയിപ്പിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു, എന്നോട് ഉള്ളിൽ സ്നേഹമൊക്കെ ഉണ്ട്, പക്ഷേ പുറത്ത് കാണിക്കാൻ പറ്റില്ല.
അതാണെന്ന് ഇങ്ങനെ ഞാൻ അങ്ങനെ സന്തോഷത്തോടു കൂടി ഓർക്കുകയും ചെയ്യാണ് കേട്ടോ. പിന്നീട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു എൻ്റെ കോൺസെൻട്രേഷൻ പോകുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഡ്രൈവിംഗ് പഠനമൊക്കെ നിർത്തിയില്ലേന്ന് ചോദിക്കുമ്പോൾ അതിനിയും തുടരാലോ എന്നിങ്ങനെ ആദർശ് പറയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് അനി അതുപോലെ തന്നെ നന്ദും കൂടെ ഒരു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒരു അനാമികയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഡോക്ടർ പറയുന്നുണ്ട് അങ്ങനെ ഒരാൾ ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് തൻ്റെ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ആരാധികയാണെന്നൊക്കെ പറയുന്നുണ്ട്. താനെന്താ വലിയ സെലിബ്രിറ്റി ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു കവിയാണെന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഈ നിന്ന നിൽപ്പിൽ ഇവിടെ ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് ഒരു കവിത ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അനിയാണെങ്കിലും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം നിമിഷ കവിയാണല്ലേ എന്നൊക്കെ. അങ്ങനെയും പറയാന്നൊക്കെ പറഞ്ഞിട്ട് അനിയനെ തന്നെ പൊക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഡോക്ടർ നന്ദുവിനെ വിളിച്ചിട്ട് അവിടെ നിന്ന് അങ്ങ് പോകും. അപ്പോൾ അനിയാണെങ്കിൽ എൻ്റെ കൂടെ വന്ന ആളെന്തിനാ കൊണ്ടുപോയതെന്ന് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്.